ഗായികയും അഭിനേത്രിയുമായ ശിവാംഗി കൃഷ്ണകുമാറിന്റെയും അമ്മ ബിന്നി കൃഷ്ണകുമാറിന്റെയും അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ താരത്തിന്റെ അച്ഛനമ്മമാരായ ബിന്നിയും കൃഷ്ണകുമാറും ശിവാംഗിക്കും മുൻപേ മലയാളികൾക്ക് സുപരിചിതരാണ്. മലയാളത്തിലെ അറിയപ്പെടുന്ന ഗായകരാണ് ഇരുവരും. ബിന്നി മലയാളിയും കൃഷ്ണകുമാർ തമിഴ് പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗവുമാണ്. ചന്ദ്രമുഖിയിൽ രജനീകാന്തും ജ്യോതികയും വിനീതും അഭിനയിച്ച രാര എന്ന് തുടങ്ങുന്ന ക്ലാസിക് ഗാനം ആലപിച്ചത് ബിന്നി കൃഷ്ണകുമാറാണ്. റിയാലിറ്റി ഷോയിലെ പ്രകടനത്തിലൂടെയാണ് ശിവാംഗിയെ പ്രേക്ഷകർ പരിചയപ്പെടുന്നത്. കുക്ക് വിത്ത് കോമാളി എന്ന കോമഡി കുക്കറി ഷോയിലെ പ്രകടനത്തോടെയാണ് ശിവാംഗി ശ്രദ്ധ നേടുന്നത്. മകൾ ശിവാംഗി മാതാപിതാക്കളായ കൃഷ്ണകുമാറിനും ബെന്നിക്കും ഉള്ളതിനേക്കാൾ ആരാധകരെ സമ്പാദിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിൽ തെറ്റില്ലായിരിക്കും. ദൂരദർശൻ മാത്രമുള്ള കാലത്ത് സംഗീതം ആരംഭിച്ച അവർ സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത നാളുകളിലാണ് സംഗീത ലോകത്തെ ആദ്യ ചുവടുറപ്പിച്ചത്. 6K ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജിന്റെ ഉടമയാണ് ശിവാംഗി. മലയാളത്തിലെയും തമിഴിലെയും ശ്രദ്ധേയ താരങ്ങൾ പലരും ശിവാംഗിയെ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ തന്റെ ഒരു ഫാൻ നൽകിയ ഞെട്ടലിനെ കുറിച്ച് പറയുകയാണ് ശിവാംഗി. ഫാൻ എന്നല്ല, ക്രിപ്പി ഫാൻ എന്നാണ് ശിവാംഗി അയാളെ വിശേഷിപ്പിക്കുക. സമാന അനുഭവം ഒരിക്കൽ നടി അഹാന കൃഷ്ണയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രിയിൽ അഹാനയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും അഹാനയുടെ അച്ഛന്റെയും കുടുംബത്തിന്റെയും സമയോചിത ഇടപെടലിൽ പോലീസിനെ വിളിച്ചു വരുത്തി ആളെ ഏൽപ്പിക്കുകയായിരുന്നു. 2-3 ദിവസം തന്റെ വീടിനു ചുറ്റും ഒരാൾ ചുറ്റിത്തിരിയുന്ന കാര്യം ശിവാംഗി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം അയാൾ ശിവാംഗിയെയും കുടുംബത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ദിവസം താൻ വീടിന്റെ വാതിൽ തുറന്നതും അയാൾ അകത്ത് കടന്നു. നേരെ കുളിമുറിയിൽ കടന്ന് കുളിച്ച് സോഫയിൽ കയറിയിരുന്നു. ശിവാംഗിയുടെ അനുജനും ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെന്ന അനുജന്റെ ചോദ്യത്തിന് ഞാൻ നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അനുജൻ പിതാവിനെ വിവരം ധരിപ്പിച്ചു. അതിനുശേഷം പോലീസിനെ വിളിച്ചു. വളരെ വിദ്യാസമ്പന്നനായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് ശിവാംഗി പറയുന്നു. കോയമ്പത്തൂരിൽ നിന്നും സ്വയം വാഹനം ഓടിച്ചു വന്ന് വീട്ടിൽ കയറി ഇത്തരമൊരു അതിക്രമം കാട്ടുകയായിരുന്നു അയാൾ.